ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ കെട്ടിയൊരുങ്ങി കോപ്രായമൊക്കെ കാണിച്ച് പോണത് ഇവന് നാളെ സ്കൂളിൽ സ്വീറ്റ്സ് ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഫ്രൂട്ട്സ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ സ്വീറ്റ്സ് ഡേ, സ്വീറ്റ്സ് എന്ന് പറയേണ്ട സ്വീറ്റ് ഏതെങ്കിലും ഒരു സ്മാൾ പീസ് എന്തെങ്കിലും സ്വീറ്റ് കൊടുത്തു വിടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് മേടിക്കാനായിട്ട് വീട്ടിലെ എല്ലാവരും കൂടെ അങ്ങ് ട്രിപ്പ് പോകണ കണക്ക് പോവുകയാണ്. പോക്കൊക്കെ കണ്ട് വെച്ചിരിക്കും കട മൊത്തത്തിൽ മേടിക്കണം. അപ്പോൾ പോണ വഴിക്ക് പച്ചക്കറി കണ്ടപ്പോഴാണ് ഓർത്തത് വീട്ടിൽ ഇന്ന സാധനങ്ങളൊന്നും ഇല്ല. ദാ ഈ ഒരു സാധനം ഇതിൻ്റെ സീസൺ ആണെന്ന് പറയുന്നത്. എന്നും ജാമുനെന്ന് വിളിക്കുക. എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് പറയുന്നത് ഞാവൽപ്പഴമാണെന്ന്. അപ്പോൾ അതിൻ്റെ സീസണാണേ. അപ്പോൾ ഇത് ആർക്കും വേണ്ടാതെ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ചക്കക്കുരുവൊക്കെ ഇവിടെ രാജാവായിട്ടാണ് വാഴുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വീറ്റ്സിൻ്റെ ഷോപ്പിലെത്തി. ഇനി കുറച്ച് ഡൽഹി സ്വീറ്റ്സ് ഉണ്ടല്ലോ. ഒരുപാട് കളറിലും പല ടേസ്റ്റിലും പല ഷേപ്പുകളിലും അങ്ങനെ പല രീതിയിലും പല വ്യത്യാസത്തിലും ഒരേ ടേസ്റ്റിലുള്ള പല ഐറ്റംസും എല്ലാ സ്വീറ്റ്സും ആ കടയിലുണ്ട്. എൻ്റെ മോന് ഇതൊന്നും വേണ്ട. എല്ലാവരും ലഡു ആയിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു ലഡു അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പം നമ്മൾ വേറൊരു വെറൈറ്റി സ്വീറ്റ്സ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഒരു പീസായിട്ടൊക്കെ ഒരു കടയിൽ കയറി എങ്ങനെയാണ് വാങ്ങുന്നത്? ഒരു ചെറിയ പീസ് കൊടുത്തു വിടാൻ പറഞ്ഞാലും അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം മേടിച്ച് അവൻ ഇതൊന്നും കഴിക്കാറില്ല. അവൻ ആകെ ലഡു ഇച്ചിരി പൂലം കഴിക്കാൻ ഒരുപാട് മധുരമൊന്നും ഇഷ്ടമല്ല. അങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ അമ്പലത്തിലോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് വെളിയിൽ നിന്ന് തൊഴുതോ. അവിടെ നിന്ന് നേരെ വന്നപ്പോഴാണ് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഓർത്തത്. ഇത് പോയിട്ട് തിരിച്ചു വന്നാണ് ഈ സംഭവം മേടിക്കുന്നത്. നമ്മുടെ വീട്ടിലെന്നും ചപ്പാത്തിയും ഗോതമ്പിൻ്റെ ഐറ്റംസാണ് നൈറ്റ്. അപ്പോൾ ചപ്പാത്തിക്ക് മാവുണ്ട്. ഇത് മേടിച്ചത് ദലിയയാണ് കേട്ടോ, മറ്റേ സൂചി ഗോതമ്പ്. അതിൻ്റെ ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അപ്പോഴുണ്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൂടെ വാങ്ങണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഡാർക്ക് ഫാൻറ്റസി മേടിക്കാൻ പറഞ്ഞപ്പോൾ അവന് വേറെ ഏതോ ബിസ്ക്കറ്റാണ് എടുത്ത് വെച്ചേക്കുന്നത്, അത് മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ നിന്നു. അപ്പോഴുണ്ട് മോന് കുറച്ച് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ഡാൻസ് കളിച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല, കയ്യിരിക്കുന്ന സാധനം കണ്ടോ, അവന് കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞു. പിന്നെ തുള്ളിയാൽ എന്താ. അത് കഴിഞ്ഞ് തുള്ളലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആയി കാണും കേട്ടോ. രാവിലെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ബായ്.